മഹാനാകുന്ന സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനാകുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ടതാകുന്ന അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നീ കറുമ്പിയുടെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചപ്പോ ബഹുമാനപ്പെട്ടതാകുന്ന അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞ വാക്ക് ഇന്നകംറുൻ ഫീക ജാഹിലിയത്തുൻ, നീ ഒരു മനുഷ്യനാണ് പക്ഷേ നിന്നിൽ വിവരക്കേടുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ വല്ലാത്ത വാക്കാണ്. ഇന്നകംറുൻ ഫീക ജാഹിലിയത്തുൻ, നീ ഒരു മനുഷ്യനാണ് പക്ഷേ നിന്നിൽ വിവരക്കേടുണ്ട്, അറിവില്ലായ്മയുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്നിൽ വിവരക്കേടുണ്ട്. കാരണം എന്താ? ജാഹിലിയ കാലഘട്ടത്തിലുള്ളതാകുന്ന ശൈലിയാണ് അത്തരത്തിലുള്ള വാക്കുകളുടെ പ്രയോഗം. നീ വലിയ ആളാണ്, ഞാൻ ദീൻ സ്വീകരിച്ച വ്യക്തിയാണ്, കറുകറുത്തതാകുന്ന മനുഷ്യനായ കറുത്ത വർഗക്കാരനായ നീഗ്രോ വംശജനാകുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ നീ നല്ല മനുഷ്യനാണ് എന്ന് നിന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് എങ്കിൽ അത് നിന്റെ മനസ്സിൻ്റെതാകുന്ന മോശപ്പെട്ട ശൈലിയാണ്, മാറ്റി നിർത്തലാണ്, വർണ്ണത്തിന്റെ പേരിൽ വിവേചനം തീർക്കലാണ്. അത് ഇസ്ലാമിലില്ല. ഇന്നകംറുൻ ഫീക ജാഹിലിയത്തുൻ ശഫീഉനാ റസൂലുള്ളാഹി. വേറൊന്നും പറഞ്ഞിട്ടില്ല. മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മദീനയിലേതാകുന്ന മണൽപ്പരിപ്പിലേക്ക് ചുട്ടുപരുത്തതാകുന്ന മണലാരുണ്യത്തിലേക്ക് തന്നെ കവിള് ചേർത്ത് വെച്ചുകൊണ്ട് കടക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, യാ ബിലാൽ, ബിലാലേ എനിക്ക് നീ പൊരുത്തപ്പെട്ടു തരണേ ബിലാലേ, നീ നിന്റേതാകുന്ന കറുത്ത കറുകറുത്തതാകുന്ന കാല് എന്റേതാകുന്ന കവിൾത്തടത്തിൽ വെച്ചുകൊണ്ട് ചവിട്ടിയിട്ടല്ലാതെ പോകല്ലേ, ഈ പാവപ്പെട്ട അബൂദറിന് പുറത്തു തരണേ എന്ന് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു മനുഷ്യന്റെ ഹൃദയത്തിൽ കറപിടിച്ചിരിക്കുന്നതായ മാലിന്യങ്ങളെ, വർണ്ണത്തിൻ്റെതാകുന്ന വെറിയെ പരിപൂർണമായി തുടച്ചു നീക്കുകയാണ്. 1400 വർഷം മുമ്പ് ഹബീബ് മുഹമ്മദ് മുസ്തഫ കറുകറുത്ത ബിലാലിനെ നീ കറുമ്പിയുടെ മകനാണ് എന്ന ആക്ഷേപത്തിന്റെ വർഷം ചൊരിഞ്ഞപ്പോ അദ്ദേഹത്തെ കണ്ട് പൊരുത്തപ്പെടിക്കാൻ റസൂലുള്ളാഹി കൊടുത്ത മറുപടിയാണ്, ഇന്നകംറുൻ ഫീക ജാഹിലിയ, നീ ഒരു വിവരം കെട്ട കാലഘട്ടത്തിന്റെ വക്താവായി പോയല്ലോ എന്ന് ഹബീബായ റസൂലുള്ളാഹി. പ്രവാചകന്റെ വാക്ക് ഹൃദയത്തിൽ തറച്ച് വേദനയോടുകൂടി അബൂദർ അൽ ഗിഫാരി തങ്ങൾ എന്ന പ്രായമുള്ള സഹാബി വര്യൻ ചുട്ടുപഴുത്ത മണലാരുണ്യത്തിലേക്ക് മലർന്നു കിടന്ന് തന്റെ കവിൾത്തടം നിലത്തിൽ വെച്ചുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ബിലാലേ വല്ലാഹി ലാ അത്ഉ റഅസി, നീ എന്റെ തലയിൽ ചവിട്ടാതെ ഞാൻ എന്റെ തല ഉയർത്തില്ല ബിലാലേ. ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കടന്നു പിടിക്കുകയാണ്. സ്വന്തം കറുകറുത്തതാകുന്ന ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് പൊട്ടിക്കരയുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചുംബനം കൊണ്ട് മൂടുന്നു. മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വർണ്ണത്തെ കുറിച്ചുള്ളതാകുന്ന ആശങ്കകൾ മാറ്റിവെക്കുകയാണ്. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന അറഫ മൈതാനിൽ വെച്ചുകൊണ്ട് ലോകം മുഴുവനും കാണേ വല്ലാത്ത ഒരു പ്രസംഗം നടത്തിയത്. ലക്ഷത്തോളം വരുന്ന സ്വഹാബത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി പറയുകയാണ്, അലാ ലാ ഫദ്ല ലി അറബിയ്യൻ ലാ അജമിയ്യൻ വലാ ലി അജമിയ്യൻ ലാ അറബി. ഇന്ന് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ ഉറക്കെ പറയട്ടെ, 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ ചുട്ടുപഴുത്തതാകുന്ന അറഫ മൈതാനിയിൽ ലക്ഷക്കണക്കിന് 1.25 ലക്ഷത്തോളം വരുന്ന സ്വഹാബത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് വിടവാങ്ങൽ പ്രസംഗം നടത്തുകയാണ്. ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഇടം പിടിച്ചിട്ടുള്ള ആ പ്രഭാഷണത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗമായിരുന്നു. ഒരു പണക്കാരനായ വ്യക്തിക്കും പാവപ്പെട്ടവരെക്കാൾ വലിയ സ്ഥാനമില്ല. ഈ അറബിയിൽ ജീവിക്കുന്നതായ അനറബികളായ ആളുകൾക്ക് അനറബി ദേശക്കാർ
ഭാഷക്കാരെക്കാൾ ശ്രേഷ്ഠതയില്ല. അനറബികളായ ഒറ്റ ഒരാൾക്കും അറബികളെക്കാൾ മഹത്വമില്ല കേട്ടോ. എല്ലാവർക്കും ഉള്ളത് ഒരു റബ്ബാ. നമ്മളെല്ലാവരും ഒന്നാ, ഒരു വാപ്പയുടെയും ഉമ്മയുടെയും മക്കളാ. തൗഹീദിന്റെ കലിമ ഉച്ചരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് അല്ലാഹുവാണ്. അതുകൊണ്ട് എല്ലാ ഉച്ചനീചത്വങ്ങളും ഞാനിതാ എടുത്തു കളയുകയാണ്. ഇനി പണത്തിന്റെ പളവളപ്പ് പറയരുതേ. വർഗത്തിന്റെ വർണ്ണത്തിൻ്റെതാകുന്ന ഭാഷയുടെ ദേശത്തിന്റെ കാര്യങ്ങൾ ഇനി ഇവിടെ സംസാരിക്കരുതേ. എല്ലാവരും ഒന്നാണ്, സമമാണ്. വെളുപ്പിനേക്കാൾ കറുത്തവന് സ്ഥാനമില്ല. വലാലി അബിയദ അലാ അഹ്മറ വലാ അഹ്മറ അലാ അബിയദ. വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ ഇനി ഒരാൾക്കും സ്ഥാനമില്ല സഹാബ. എല്ലാവരും സമന്മാരാണ്. മനുഷ്യത്തെ പരിഗണിക്കണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അറഫ മൈതാനിൽ പ്രഭാഷണം നടത്തി. 1316 വർഷങ്ങൾക്ക് ശേഷമാണ് UN ഐക്യരാഷ്ട്രസഭയിൽ അത്തരത്തിലുള്ള ഒരു സദസ് ഉണ്ടാകുന്നത്. 1948 ഡിസംബർ 10 പാരീസിൽ വെച്ചുകൊണ്ട് ലോകത്തുള്ളതാകുന്ന വലിയതാകുന്ന രാജാക്കന്മാര്, തമ്പുരാക്കന്മാര്, രാഷ്ട്രത്തിന്റെ തലവന്മാർ ഒരുമിച്ച് കൂടിയിട്ട് മനുഷ്യാവകാശ ദിനമെന്ന് 950 മുതൽക്ക് ഡിസംബർ 10 കൊണ്ടാടാൻ തീരുമാനിക്കുന്നത്. റസൂലുള്ളാഹി അറഫ മൈതാനിൽ പ്രഭാഷണം നടത്തി 1316 വർഷങ്ങൾക്ക് ശേഷമാണ്. അവർ ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ച് UN ഐക്യരാഷ്ട്രസഭ ഒന്നായിട്ട് അംഗീകരിച്ച് ലോക ജനത മുഴുവനും മാനവികതയുടെ ജീവിതം നയിക്കണമെന്ന് മനുഷ്യത്വത്തെ കുറിച്ച് പറയുന്നതിന് 1316 വർഷങ്ങൾക്ക് മുമ്പ് കാരുണ്യത്തിന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫ മൈതാനിൽ വെച്ചുകൊണ്ട് ജനങ്ങളോട് ഉത്ബോധനം കൊടുക്കുകയാണ്. നിങ്ങൾ മനുഷ്യത്വത്തെ പരിഗണിക്കണേ, ജനങ്ങളെ ശ്രദ്ധിക്കണേ. യാതൊരുവിധ വർഗത്തിന്റെ വർണ്ണത്തിന്റെ വ്യത്യാസം പാടില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം 1316 കണക്കുകൾ രേഖപ്പെട്ട് കിടക്കുന്നു. 948 പാരീസിൽ വെച്ചുകൊണ്ട് UN ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ദിനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിനം ആചരിക്കാൻ തീരുമാനിക്കുന്നു. 48 തീരുമാനം കൈക്കൊണ്ടു. 950 ഡിസംബർ 10 മുതൽക്കാണ് മനുഷ്യാവകാശ ദിനം. മനുഷ്യന്റെ അവകാശങ്ങളെ ധ്വംസിക്കരുത്, മനുഷ്യത്വത്തെ പരിഗണിച്ചുകൊണ്ട് ജനങ്ങളുമായിട്ടുള്ള ബന്ധം വെക്കണം എന്ന് പറഞ്ഞ് ഒരു ദിനത്തെ ആചരിക്കാൻ തുടങ്ങിയത് എപ്പോഴാ? നബിതങ്ങൾ വാഴ്ന്നു പറഞ്ഞ് 1316 വർഷങ്ങൾക്ക് ശേഷമാണ്. എന്നിട്ട് ഇവരാണ് ഈ സമുദായത്തെ പഠിപ്പിക്കാൻ നിൽക്കുന്നത്. കുറച്ച് ആളുകൾ ഈ സമുദായത്തിനൊന്നും തിരിഞ്ഞില്ല എന്ന് പറഞ്ഞ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ദീൻ നല്ലതുപോലെ മനസ്സിലാക്കി നമ്മൾ അവസാന കാലഘട്ടത്തിന്റെ ആളുകളായി മാറരുത്. കാര്യം അവസാന കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ അടയാളങ്ങളും അതിന് കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്, കൃത്യമായി കടന്നു വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അവസാനത്തെ അഹ്ലുകാരാകരുത്. നമ്മൾ എപ്പോഴും സുഹൃതങ്ങളിൽ വ്യാപൃതരാകണം. 5 വഖ്ത് നിസ്കാരങ്ങൾ ജുമഅയും ജമാഅത്തും ശ്രദ്ധിക്കുന്നവരാകണം. നോമ്പുകൾ കഴിഞ്ഞ റമദാനിലെ പിടിച്ചു വീട്ടാത്ത സഹോദരിമാർ എത്രയും വേഗം അത് പിടിച്ചു വീട്ടാൻ വേണ്ടി പരിശ്രമിക്കണം. സകാത്തുകൾ കൊടുത്തു വീട്ടണം, സദഖകൾ കൊടുക്കണം, കുടുംബ ബന്ധങ്ങളെ ശാക്തീകരിക്കണം, സാഹോദര്യ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരാകണം, സമൂഹത്തോടുള്ള കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കുന്നവരാകണം, അയൽപക്ക ബന്ധങ്ങളെ ശാക്തീകരിക്കുന്നവരാകണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, അയൽവാസികളെ കുറിച്ച് എന്റെ അടുക്കൽ അടിക്കടി വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് വസിയത്ത് ചെയ്തു. അവസാനം ഞാൻ കരുതിപ്പോയി, ഒരു വേള ഞാൻ മരിച്ചാൽ അനന്തരാവകാശം കൈപ്പറ്റുമോ അയൽവാസികൾ എന്ന് ഞാൻ കരുതിപ്പോയി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയേറെ കടമകളും കടപ്പാടുകളും അയൽവാസികളോടുണ്ട്. അയൽവാസികളോടുള്ള കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കണം. മഹല്ലിനോടുള്ള കടപ്പാടുകളുണ്ട്.
ഈ സമുദായം എന്ന നിലയ്ക്ക് മഹല്ലിനോട്, മഹല്ലിൻ്റെതാകുന്ന കാര്യങ്ങളോട് ധാരാളം കടപ്പാടുകളുണ്ട്. ആ കടമകളും കടപ്പാടുകളും പൂർത്തീകരിച്ച് കുടുംബ ബന്ധങ്ങളെ ശാക്തീകരിച്ച് മുന്നേറുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനുപകരിക്കുന്ന പ്രവർത്തനങ്ങളായി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. കുറഞ്ഞ കാലഘട്ട ജീവിതം ഇപ്പൊ തന്നെ 30, 40, 50, 60 വയസ്സൊക്കെ പല ഏജുകളുള്ളവരാണ് ഈ സദസ്സിലുള്ളവർ. മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ ഇതുവരെ ചെയ്തതായ നന്മകൾ കൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുമോ, കടക്കുമോ എന്നുള്ള ചിന്ത വരണം. എല്ലാവരുടെയും മനസ്സിൽ ഒറ്റ ഉത്തരമേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, പിന്നെ ഇനി എന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കാണ് അമൽ ചെയ്യാൻ. കാലം വളരെയേറെ മോശമായ കാലഘട്ടം. അൽഹംദുലില്ലാ, നമുക്ക് പള്ളികൾ ധാരാളമുണ്ട്. ഇബാദത്തെടുക്കാനുള്ള സൗകര്യങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇബാദത്തിന് യാതൊരുവിധ തടസ്സവുമില്ല. 5 വഖത്ത് ബാങ്കുകൾ മുഴങ്ങുന്നു, ഇബാദത്തുകൾ ശ്രദ്ധിക്കാൻ അവസരം കിട്ടുന്നു. നമ്മൾ കൃത്യമായി അല്ലാഹുവിനെ ഓർത്ത് ഇബാദത്തെടുക്കൽ. ഫലസ്തീന മക്കൾ തകർക്കപ്പെട്ടതാകുന്ന 125ഓളം പള്ളികളുടെ മിനാരങ്ങളും തകർക്കപ്പെട്ട കല്ലിന്റെ ചീളെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് കരയുന്നതാകുന്ന ഫലസ്തീനിലെ പിഞ്ചു ബാലന്മാരുടെ ചിത്രങ്ങൾ നവമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിസ്കരിക്കാൻ അവർക്ക് പള്ളിയില്ല. പെരുന്നാൾ നമസ്കരിക്കാൻ പോലും സാധിക്കാത്ത സാധുക്കൾ ഒരു നേരെ തന്നത്തിന് വേണ്ടി വരുന്നതാകുന്ന വണ്ടിയുടെ പിറകെ കിലോമീറ്ററുകളും ഓടി ഓടി തളർന്ന് അവസാനം ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പട്ടാളക്കാർ പറയുമ്പോ ആ ക്യാമ്പിന്റെ മുന്നിൽ പോയി മണിക്കൂറുകളോളം കാത്തുനിന്ന് ആ കാത്തു നിൽക്കുന്ന പിഞ്ചോമന മക്കളുടെ ശരീരത്തിലേക്ക് വെടിയുതിർത്ത് അവരെ കൊന്നുകളഞ്ഞ്, നികൃഷ്ടമായി കൊന്നുകളഞ്ഞ് രസിക്കുന്നതാകുന്ന ജൂതരാകുന്ന പട്ടാള പരീക്ഷകളെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുകയാണ്. നമുക്ക് ഒരു പ്രശ്നമില്ല. നമുക്ക് നിസ്കരിക്കാം, ഇബാദത്തെടുക്കാം, നോമ്പുകൾ നോക്കാം, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാം, ഇത്തരത്തിലുള്ള ഉറൂസുകൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടാം. വളരെ മനോഹരമാകുന്ന ജീവിതം അല്ലാഹു നമുക്ക് നൽകി. അതുകൊണ്ട് കാലം മായ്ക്കപ്പെടുന്നതിന് മുമ്പ്, ഈ അവസരങ്ങളെ ഇല്ലാതാക്കപ്പെടുന്നതിന് മുമ്പ് നിഷേധികളാകാതെ അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇബാദത്തിനായി കഴിയാൻ പരിശ്രമിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു സുബഹിയും നമുക്ക് മുടങ്ങാൻ പാടില്ല. സുബഹി കഴിഞ്ഞുള്ള ഉറക്കം നമുക്ക് വേണ്ട. ഇന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിൽ A+ വല്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ മലപ്പുറത്തെ മക്കൾ കോപ്പി അടിച്ചിട്ടാണ് പരീക്ഷ എഴുതി വിജയിച്ചത് എന്ന് പറഞ്ഞ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ, മേലാളന്മാർ പോലും കൈകടിച്ച് നെട്ടിത്തെരിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് മലപ്പുറത്തിന്റെ മക്കൾ അൽഹംദുലില്ലാ SSLC +2 അടക്കം നല്ല രീതിയിൽ A+ൽ വലിയ ഉന്നതമാകുന്ന വിജയം വരിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറിയിരിക്കുന്നു. പക്ഷേ ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഭൗതികതയുടെ ഉത്തുംഗതയിലേക്ക് നമ്മൾ എത്തുമ്പോഴും ആത്മീയത നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല. തഴവാ ഉസ്താദിന്റെ 2 വരികൾ അതിന് പ്രചോദനദായകമാകട്ടെ. ഭൗതിക വിദ്യ വാഹനമോ കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യ എത്രമേൽ അഭ്യസിച്ചാലും നല്ലതാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഖൈറായ വിദ്യാഭ്യാസം നൽകട്ടെ. പക്ഷേ ആത്മീയതയിൽ ചാലിച്ചതാകണം. ളുഹർ നമസ്കാരം വരുമ്പോഴും, അസർ വരുമ്പോഴും, മഗ്രിബും ഇശാഉം എത്തുമ്പോഴും, കൃത്യമായി സുബഹിയുടെ സമയത്തും നിസ്കാരം കറക്റ്റ് ആക്കണം. അതല്ലാതെയുള്ള പഠനം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഒരു ഗുണവും കുടുംബത്തിനും സമൂഹത്തിനും ഈ സമുദായത്തിന് ലഭിക്കാനുമില്ല. അത് ഓർത്തോണം. 5 വഖത്ത് നിസ്കാരം അത് മുസ്ലിമിനും കാഫിറിനും ഇടയിലുള്ള ഐഡന്റിറ്റിയാണ്. അത് മുടങ്ങാതെ കൃത്യമായി നിർവഹിച്ച് നല്ല നാളേക്ക് വേണ്ടി പരിശ്രമിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന വന്നിരാകുന്ന ശൈഖ് അവറുകൾ വലിയ തരീഖത്തിന്റെ മശായിഖ് അവറുകളാണ്. ഒരുപാട് ശിഷ്യഗണങ്ങൾ അവർക്കുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആത്മീയ മേഖലകളിൽ വിരലസിക്കുന്നതായ ഒരുപാട് മഹത്തുക്കൾ അവരുടെ ശിഷ്യഗണങ്ങളിലുണ്ട്. ഒരുപാട് ജീവിച്ചിരുന്നതായ കഴിഞ്ഞ കാലഘട്ടത്തിലും ഇപ്പോൾ വസിക്കുന്നതായ മഹത്തുക്കളടക്കം വലിയ പ്രായം ചെന്ന ഉലമാക്കളടക്കം ആ മഹാനുഭാവന്റെ തിരുസവിധത്തിലെത്തി പൊരുത്തം വാങ്ങിക്കുകയും അവരുടെ ഭാഗത്ത് നിന്ന് ഇജാസത്ത് മുഖേന ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഈ ഉമ്മത്തിന് കൃത്യമായി വ്യക്തമായി അറിയാവുന്നതാണ്. അള്ളാഹു അവരുടെ പൊരുത്തവും മദതും ഹിഫ്ളും ഹിമായത്തും തണലും നമുക്കേവർക്കും ഈ വെള്ളിയാഴ്ച രാവിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നസീബാക്കട്ടെ. മറ്റൊന്ന്, എന്റെ പ്രിയപ്പെട്ട പിതാവാണ്. എന്റെ മുഖം മറച്ചില്ല, എന്റെ തല മറച്ചില്ല, എന്റെ കണങ്കാല് മറച്ചില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല ഉപ്പയുടെ മുന്നിൽ.
ഞാൻ പലപ്പോഴും എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിനുള്ളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന എൻ്റെ ഭർത്താവിനെയും എൻ്റെ ഉപ്പയാകുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ അവിടേക്ക് കടന്നു ചെല്ലും. എങ്ങനെ? ചിലപ്പോൾ തലമറച്ചിരുന്നില്ല പൂർണ്ണമായി, ചിലപ്പോൾ എൻ്റെ കണങ്കാല് വെളിവായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഞാൻ കടന്നു ചെല്ലുമായിരുന്നു. ആര് പറയാൻ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, പക്ഷേ ഫലമ്മാ ദുഫിന ഉമറു, മഹാനാകുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കിസ്റയുടെയും കൈസറിന്റെയും കോട്ടകൊത്തകങ്ങളെ കിടുകിടാ വിറപ്പിച്ചതാകുന്ന രണ്ടാം ഖലീഫയാകുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ലുഅ്ലുഅത്ത് എന്ന് പറയുന്നതായ ജൂതന്റേതായ കുത്തേറ്റുകൊണ്ട് സുഖമില്ലാതെ 3 ദിവസത്തോളം കടന്നവസാന മരണത്തോടെടുക്കുന്ന വേളയിൽ ദൂതനെ പറഞ്ഞേക്കുകയാണ്, ആയിഷ, നിങ്ങൾ അനുവദിച്ചാൽ എനിക്ക് എന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ചാരത്വം നടങ്ങണമെന്ന് വല്ലാത്ത ആശയുണ്ട് ആയിഷ. അതിന് സമ്മതിച്ചിട്ടില്ല എങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ബഖീഉൽ ഖുർഖദിലേക്ക്, ജന്നത്തുൽ ബഖീയിലേക്ക് എന്നെ കൊണ്ടുപോയി അടക്കിക്കൊള്ളുക. മരണത്തോടെടുത്ത് കിടക്കുന്നതായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാന സമയത്ത് അദ്ദേഹത്തിന്റെ ആഗ്രഹം ദൂതം മുഖേന പറഞ്ഞപ്പോ എനിക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. എന്റെ സ്വന്തം ശരീരത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ച സ്ഥലമായിരുന്നു അത്. അവിടേക്കാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങളെ കൊണ്ടുവന്ന് ഖബറടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് മഹദിയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ മഹദി അവர்கள் പറയുകയാണ്, ഫലമ്മാ ദുഫിന ഉമറു, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാകുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്ന് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെയും ഉപ്പയുടെയും ചാരത്ത് എന്റെ വീട്ടിനുള്ളിൽ അടക്കം ചെയ്തതിന് ശേഷം ഫവല്ലാഹി മാ ദഖൽതു അലൈഹി ഇല്ലാ വഅന മസ്ദൂദതൻ അലയ്യ സിയാബി. മഹദിയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാ ദഖൽതു അലൈഹി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക്, മഹാനാകുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ചാരത്തേക്ക് എന്റെ വാപ്പയാകുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളടക്കം ചെയ്തിരിക്കുന്ന എന്റെ സ്വന്തം വീട്ടിനുള്ളിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടില്ല. ഇല്ലാ വഅന മസ്ദൂദതൻ അലയ്യ സിയാബി, എന്റെ ശരീരമാസകലം മുഴുവനും കരിമ്പടം കൊന്നുകൊണ്ട് പുതച്ചിട്ടല്ലാതെ, പരിപൂർണമായി ശരീരം മുഴുവനും മറച്ചിട്ടല്ലാതെ പിന്നീട് ഞാൻ സിയാറത്തിന് വേണ്ടി കടന്നു ചെന്നിട്ടില്ല. എന്തേ കാരണമെന്നറിയുമോ? ഹയാഅൻ മിൻ ഉമറ, ഉമർ ബിൻ ഖത്താബ് തങ്ങളോടുള്ള എന്റെ ലജ്ജയാണ് അതിന്റെ കാരണമെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മമാരെ, സിയാറത്തിന് പോകുമ്പോൾ പോലും ശരീരത്തിൻ്റെതാകുന്ന വസ്ത്രവിധാനങ്ങൾ ശ്രദ്ധിക്കണേ. ശരീരത്തിൻ്റെതാകുന്ന അവയവങ്ങൾ പരപുരുഷന്മാർക്ക് ധരിപ്പിക്കുന്ന വസ്ത്രവിധാനം ധരിച്ചുകൊണ്ട് നിങ്ങളെ പുറത്തിറങ്ങല്ലേ, പുറത്തിറങ്ങല്ലേ. അത് ഹറാമാണ്, നിഷിദ്ധമാണ്. എത്ര കാലങ്ങളായി ഉലമാക്കൾ ഇത് പറയുന്നു. സ്വന്തം മക്കളെ ഡാൻസ് പഠിപ്പിക്കാനും സ്വന്തം മക്കളെ അതിനുവേണ്ടി നിലനിർത്താനും സൂബ ഡാൻസ് സ്വന്തം മക്കളെ കൊണ്ട് കളിപ്പിക്കുവാനും രാപ്പകൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന മക്കളെ, രക്ഷിതാക്കളെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ് ഈ പാട്ടും ഇത്തരത്തിലുള്ള നൃത്തരങ്ങളും. അല്ലാഹുവിന്റെ റസൂൽ നിഷിദ്ധമാക്കിയതാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശത്തിന് വെള്ളം ചേർക്കലാണ്. അതിന് നിങ്ങൾ പൂർണ്ണമായി വശംവദരാകരുതേ. നിർബന്ധ ബുദ്ധിയ അതിലേക്ക് മക്കളെ പറഞ്ഞേക്കല്ലേ. 4 പേര് കൂടുന്നിടത്ത് സ്വന്തം മകളെ കൊണ്ടുവന്ന് നൃത്തം ചവിട്ടിക്കുന്നത് ഇന്നത്തെ ഒരു ആഭാസമാണ്, ഇന്നത്തെ ചില ചടങ്ങുകളാണ്. 10 പേര് കുടങ്ങുന്നതായ ഒരു മജ്‌ലിസ് വരുമ്പോ അവിടേക്ക് സ്വന്തം മകളെ കൊണ്ടുവന്ന് അർദ്ധനഗ്നയാക്കി വസ്ത്ര
വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് തുള്ളിക്കുന്നതായ സിനിമാ പാട്ടിട്ടുകൊണ്ട് തുള്ളിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ ഫാഷനാണ്. കല്യാണത്തിന്റെ പേരിലാകട്ടെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാകുന്ന പരിപാടികളിലാകട്ടെ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തലേ ദിവസത്തെയും അതിന് മുമ്പുള്ള ദിവസത്തെയും അതിനുശേഷമുള്ള ദിവസങ്ങളിലുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകളിലാകട്ടെ ഈ രീതിയിലുള്ള ഹറാമായ കൂത്തരങ്ങുകളും പാട്ടുകളും പാടില്ല. അല്ലാഹുവിന്റെ റസൂല് ശപിച്ചതാണ്. പാട്ട് പാടുന്നവരെ അല്ലാഹുവിന്റെ റസൂല് ശപിക്കുകയാണ്. സിനിമാ പാട്ടുകൾ പാടിക്കൊണ്ട് ലാഘവത്തോടുകൂടി ഡിസ്കോ ബ്രേക്കുകൾ കളിക്കുന്നവരെ, അത്തരത്തിലുള്ള കൂത്തരങ്ങുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് വ്യക്തമായി ശപിച്ചതാണ്. ഇന്ന് ഈ സമുദായം യാതൊരുവിധ മടിയുമില്ലാതെ ഈ സമുദായം ലാഘവത്തോടുകൂടി കാണുകയാണ് പാട്ടുകള്. രാത്രിയാമങ്ങളിൽ സിനിമാ പാട്ടുകൾ വെച്ചുകൊണ്ട് ഉറങ്ങുന്നതായ സമുദായമല്ലേ ഉറങ്ങുന്ന മനുഷ്യ പെങ്ങളെ നീ പഠിച്ചു വെക്കണേ. ഈ ഉറക്കം ഒരു മരണമാണ്. നീ മരണത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ സിനിമാ പാട്ട് കേൾക്കുന്നത്? ആ ഒരു രാത്രിയിൽ നീ മരണപ്പെട്ടാൽ നിന്റെ റൂഹ് എവിടേക്കാണ് പോകുന്നത്? അല്ലാഹു യതവഫൽ അൻഫുസു ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. ഈ ലോകത്ത് നിന്ന് ഉറങ്ങാൻ കിടക്കുന്ന മനുഷ്യ, ഉറങ്ങുന്നതായ പ്രിയപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരാ സഹോദരി, നീ ഉറങ്ങാൻ വേണ്ടി വിരിച്ചുകൊണ്ട് കടന്നുറങ്ങുമ്പോ നീ അറിയാതെ പോകരുതേ. നിന്റെ റൂഹിനെ അല്ലാഹു മലക്കുകൾ മുഖേന പിടിക്കുകയാണ്. ഫയുംസികുല്ലതി ഖളാ അലൈഹൽ മൗത്ത്. ഉറക്കിൽ തന്നെ മരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരുടെ റൂഹിനെ അല്ലാഹു പിടിച്ചു വെക്കുകയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. വയുർസിലുൽ ഉഖറാ ഇലാ അജലിൻ മുസമ്മാ. ചില ആളുകളുടെ റൂഹിനെ അല്ലാഹു തിരിച്ചു നൽകുകയാണ്. അതിന്റെ അർത്ഥം അല്ലാഹു നിനക്ക് ഈ ദുനിയാവിൽ അടിച്ചു പൊളിക്കാനുള്ള അവസരം നൽകുക എന്നുള്ളതല്ല. നീ കുറഞ്ഞ കാലത്തൂടി ജീവിച്ചോ മനുഷ്യ, എന്നെ ഓർത്തുകൊണ്ട് ജീവിച്ചോ സഹോദരി. നീ നമസ്കാരം ചിട്ട വെച്ചുകൊണ്ട് ജീവിക്കണേ. നീ ലജ്ജയുള്ളവരാകണേ. നീ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളുന്നവരാകണേ. നീ വിക്റിലായി കഴിഞ്ഞു ഓടുന്ന ജീവിതം നയിക്കണേ. ഫയുംസികുൽ ഉഖറാ വയുർസിലുൽ ഉഖറാ ഇലാ അജലിൻ മുസമ്മാ. അല്ലാഹു നമുക്ക് റൂഹിനെ തിരിച്ചു നൽകിയത് ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിക്കാനുള്ളതല്ല. അതിനു വേണ്ടിയിട്ടല്ല അല്ലാഹു റൂഹ് നൽകിയത്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അവനെ സ്മരിച്ചുകൊണ്ട് ദിക്റിലായി ശുക്റിലായി കഴിഞ്ഞുകൂടാനാണ്. നമ്മളിങ്ങനെ അഹങ്കരിക്കുകയാണ്. നമുക്ക് ഖുർആൻ ഓത്തില്ല, ദിക്റില്ല, ഔറാദുമില്ല, എപ്പോഴും കളിതമാശ, എപ്പോഴും പാട്ട് കേട്ടുകൊണ്ടിരിക്കുക. രാത്രി ഉറങ്ങുന്ന മക്കളുടെ കാതിൽ നല്ല സിനിമാ പാട്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പകലിങ്ങനെ ബസ്സിലും ട്രെയിനിലും ഒക്കെ പോകുമ്പോ എല്ലാവരുടെയും കാതിൽ ഇയർഫോൺ ഉണ്ട്. ആ കാതിൽ കിടക്കുന്ന ഇയർഫോൺ എടുത്ത് നമ്മളൊന്ന് വെച്ചാൽ നമ്മൾ തുള്ളിപ്പോവും. അത്തരത്തിൽ നല്ല DJ പാട്ട് ഇട്ടുകൊണ്ട് സിനിമാ പാട്ട് കേട്ടു. അല്ലാതെ ഖുർആൻ കാസറ്റല്ല ഇത്, മനസ്സിലാക്കണം. എന്താണ് നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ? രാവും പകലും അശ്ലീലത. അതാണ് രസം. ഒരു 5 മിനിറ്റ് ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി ഉസ്താദെ. അങ്ങനെയല്ലല്ലോ. 5 മിനിറ്റ് ഖുർആൻ ഓതിയെങ്കിൽ രക്ഷപ്പെട്ടിത്. അതുപോലും ഇല്ല. 24 മണിക്കൂറും ഇത് തന്നെ പരിപാടി. ലജ്ജയില്ല, ലജ്ജ നഷ്ടപ്പെട്ടു പോയി. എവിടെയാണ് മനുഷ്യന് ലജ്ജയുള്ളത്? ആളുകൾക്ക് മുന്നിൽ കിടന്ന് തുള്ളൽ. കല്യാണത്തിന്റെ സദസ്സിലേക്ക് കിടന്ന് കാണിക്കുന്നത് കാണില്ലേ? ആരാണ്? നമ്മുടെ സമുദായത്തിൽപ്പെട്ട മക്കളാണ്. ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം പെണ്ണുങ്ങളുണ്ട് അവരെയൊക്കെ വിളിച്ചു ചേർത്തിട്ട് 2 ആഴ്ച മുമ്പ് ഡിസ്കോയുടെ ക്ലാസ് തുടങ്ങിയിരിക്കുകയാണ്. ബ്രേക്ക് ഡാൻസ്, എല്ലാവരും നല്ല റാഹത്തായി. എന്താണ് അവസ്ഥ നമ്മുടെ? അതിനുവേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ചു, അതിന് വേറൊരു ഡ്രസ്, അതിനൊക്കെ പൈസ കൊടുക്കുന്നതിന് ഒരു വിഷയമില്ല. ഈ ഹാജിയാരുടെ പേര് നോട്ടീസ് ബോർഡിൽ 1ാമത്തെ സഫയിൽ കിടപ്പുണ്ട്. എന്താ? കഴിഞ്ഞ 2 വർഷമായിട്ട് മാസവരി കള്ള ഹൈവാൻ കൊടുത്തിട്ടില്ല. ഇവിടെ ബാക്കിയുള്ളത് ചെലവഴിക്കാൻ ഇഷ്ടം പോലെ കാശ്.
ബാക്കി പള്ളിയുടെ വിഷയങ്ങൾക്ക് ദീനിന്റെ വിഷയത്തിൽ ചെലവഴിക്കാനൊന്നും കാശില്ല. ദുനിയാവിന്റെ വിഷയങ്ങൾക്ക് ചെലവഴിക്കാനൊക്കെ എല്ലാവർക്കും കാശാ. സമ്പത്തിലെ ഉസ്താദ് എന്ന് പറഞ്ഞ് പള്ളിയുടെ മുന്നിൽ വന്നുകൊണ്ട് സ്വന്തം മകളുടെ കല്യാണത്തിന് വേണ്ടി കെഞ്ചി തെണ്ടിക്കൊണ്ട് കാശ് കൊണ്ടുപോകുന്നവന്റെ വീട്ടിൽ പോലും തലേ ദിവസം മഞ്ഞ കല്യാണം, പച്ച കല്യാണം, ചുവപ്പ് കല്യാണം. ആളുകളുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ തെണ്ടാൻ യാചിക്കാൻ ആശില്ല, മുള കെട്ടിക്കാൻ. അതിന് തലേന്ന് പോയപ്പോ മഞ്ഞ മൊത്തത്തിൽ അവിടെ ഒന്നായിട്ട് വല്യാപ്പം ഉണ്ട്, ഒരു യോയോ, ഒരു വള്ളി നിക്കറൊക്കെ ഇട്ടുണ്ട്, വീടിന്റെ വാതിൽക്ക പോസ്റ്റർ പോലെ നിൽക്കാൻ, പോസ്റ്റൊക്കെ എത്തി നിർത്തിയിരിക്കും. ഇതാണ് നമ്മുടെ അവസ്ഥ. ദീൻ പരിപൂർണമായി പോയി, ഒരു ലജ്ജയില്ല. ചെറുപ്പക്കാരൊക്കെ വസ്ത്രം കണ്ടില്ല, അവിടെ ഇവിടെയൊക്കെ കീറിയ വസ്ത്രം ഇട്ടാണ് നടക്കുന്നത്. ആണുങ്ങൾക്ക് അവന്റെ മുട്ടുമുക്കളിനിടയിലുള്ള ഭാഗം ഔറത്തല്ലേ സഹോദര. നീ ഇത് വെട്ടിക്കീറിയ ഈ സാധനം ഇട്ടുകൊണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വന്നാൽ, ഇത് ഇട്ടുകൊണ്ട് നിസ്കരിക്കാൻ വരണ്ട, അല്ലാതെ തന്നെ നടന്നാൽ ഔറത്ത് വെളിവാക്കിക്കൊണ്ട് നടക്കുന്നതിന്റെ ശിക്ഷ കിട്ടില്ലേ? വെറുതെ പറയാണോ? എന്താ അലിമീങ്ങൾ പറയും, ഉസ്താദുമാര് പറയുമ്പോ ഇതൊക്കെ നിസാരവൽക്കരിക്കുന്നത്? ഇതൊരു കളിതമാശയായിട്ട് എടുക്കരുത്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ വരും തലമുറ എങ്ങോട്ടായി പോകുമെന്നുള്ള ചിന്തയാണ്. എങ്ങോട്ടായി പോകും, എങ്ങോട്ട് പോകും, ആരെ അനുസരിക്കും ഇവർ? ഞാനാണ് ഇവരെ പറഞ്ഞ് നന്നാക്കി കൊണ്ടുവരിക. ഒരാളുടെയും വാക്കുകൾ അവർ അവഗണിക്കുന്നില്ല, ഒരാളുടെയും വാക്കുകൾ അവർ മനസ്സിലാക്കുന്നില്ല. എല്ലാവരുടെയും വാക്കുകളെ പുറമായി അവഗണിക്കുന്നു, തള്ളിക്കളയുന്നു. ആലിമീങ്ങളെ വെക്കുന്നില്ല. സ്വന്തം മാതാപിതാക്കളുടെ വാക്കുകൾ അവഗണിക്കുന്നു. മാതാപിതാക്കൾ പറയുന്ന തന്തവൈബന്ധാണ്. പ്രായമുള്ള ആളുകളുടെ വാക്കുകളൊക്കെ അവഗണിക്കാൻ. അവർക്കൊക്കെ വേറെ ജോലിയില്ലെന്ന് പറയും. ഉപദേശം കേൾക്കുന്നതിന് ഇഷ്ടമല്ല. വാപ്പ വിളിച്ച് 5 മിനിറ്റ് ഇരുത്തിയിട്ട് ഉപദേശിക്കുന്ന ഇഷ്ടമില്ലാത്ത മക്കളുടെ കാലഘട്ടം. ഉമ്മ വിളിച്ച് ഉപദേശിക്കുന്നത് ഉമ്മയോട് ചൊടിക്കാണ്, ദേഷ്യം പിടിക്കാൻ. പിന്നെ അവരോട് വർത്തമാനമായി, ബഹളമായി. ഇതിൽ സ്ത്രീകളടക്കമുണ്ട്, ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം. പെൺകുട്ടികളെ ഉപദേശിക്കാൻ ഉമ്മമാർക്ക് പോലും മടിയുള്ള കാലഘട്ടമാണ്. ഒരു പ്രായം കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഉമ്മാടെ മെക്കിട്ട് കയറാൻ, അവരോട് എന്ത് പറഞ്ഞാലും വർത്തമാനം തിരിച്ചു പറയാൻ, അതിന് മറുപടി റദ്ദു പറയുന്ന ഒരു കാലഘട്ടം. മാതാപിതാക്കളിൽ ഭൂരിഭാഗവും പ്രയാസം അനുഭവിക്കുന്നത് മക്കളുടെ വിഷയത്തിലാണ്. ദുആ വസിയത്ത് എത്രയാണ് വരുന്നത്? എന്റെ മകൻ സാലിഹാവണം, എന്റെ മകള് സാലിഹത്താവണം, അവർക്ക് ഹൈറായ ഇണയെ തുണയെ കിട്ടണം. അപ്പായി ഉമ്മായി ഇങ്ങനെ കരഞ്ഞിട്ട് ദുആ വസിയത്ത് ചെയ്യാൻ. മക്കൾ നന്നാകാൻ വാപ്പ രാവിലെ മുതൽ തുടങ്ങാൻ ഔറാദ്, ഉമ്മ രാവിലെ മുതലേ വിക്രം ഔറാദ് തുടങ്ങാൻ. ധാരാളം ഔറാദുകൾ ചെയ്യുന്നുണ്ട്, ഒരു ഫലവും കാണുന്നില്ല. എന്താ കാരണം? മകൻ സുബഹിക്ക് എഴുന്നേൽക്കുന്നില്ല, അവന് നിസ്കാരമില്ല, അവൻ കിടന്ന് ഉറങ്ങാൻ. സുബഹി നിസ്കാരമില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ആരെങ്കിലും സുബ്ഹി നമസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ് അവനുള്ളത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. സുബ്ഹി നമസ്കാരം കൃത്യമാക്കിയാൽ അല്ലാഹുവിന്റെ കാര്യം ഏറ്റെടുത്തു. എത്ര പേര് സുബ്ഹി കറക്റ്റ് ആക്കുന്നുണ്ട്? വാലൊക്കെ കേൾക്കും, രാത്രി പോയി കിടന്ന് അങ്ങനെ ഉറങ്ങും, സുബ്ഹി കഴിയുമ്പോഴേ എഴുന്നേൽക്കുന്നത്. അവ്വല് വഖത്തിൽ ജമാഅത്തായി സുബ്ഹി നമസ്കരിക്കുന്ന ചെറുപ്പക്കാർ നമ്മുടെ മഹല്ലത്തിൽ എത്ര പേരുണ്ട്? ചിന്തിക്ക്. പ്രായമുള്ള ആളുകൾ പിന്നെ അവരുടെ ആ ഒരു പ്രായം മാനിച്ചിട്ട് അങ്ങനെ വരികയാണ്. മരണത്തെ ഭയമുണ്ട്, ഏകദേശം തീരാറായി എന്നുള്ളത് അവർക്ക് ഉറപ്പുവന്നു. മറ്റേ നല്ല ആരോഗ്യമുള്ള സമയം, ആ ആരോഗ്യമുള്ള സമയം അമലിന് വേണ്ടി മാറ്റിവെക്കുന്നവർ എത്ര പേരാണ്? എത്ര പേരുണ്ട്? നാളെ അർശിന്റെ തണൽ കിട്ടുന്ന വിഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടയാളപ്പെടുത്തിയതല്ലേ വശാബുൻ നശഅ ഫി ഇബാദത്തില്ലാ. അല്ലാഹുവിന്റെ മാർഗത്തിലായി, ഇബാദത്തിലായി യുവത്വത്തെ ചെലവഴിച്ചിട്ടുള്ളതാകുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, അവർക്ക് തീർച്ചയായും അല്ലാഹു അർശിന്റെ തണൽ നൽകും. എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ചോദ്യം. ളുഹറും അസറും മഗ്രിബും ഇശാഉം സുബ്ഹിയും അടക്കം കൃത്യമായി അവ്വൽ വഖത്തിൽ നമസ്കരിക്കുന്ന എത്ര മുസ്ലിം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അതിനൊക്കെ മാതാപിതാക്കളുടെ നിർബന്ധം ചെലുത്തലില്ലാതെ, അവർ പുറകെ നിൽക്കലില്ലാതെ സ്വയമായി എനിക്ക് നന്നാവണം എന്ന് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അതൊക്കെ ചിന്തിക്കേണ്ട പ്രായം കഴിഞ്ഞു. വയസ്സ് 20, 25 ആയില്ലേ? ഇനി എന്നാണ് നിങ്ങൾ നന്നാവാൻ വേണ്ടി മനസ്സ് വെക്കുന്നത്? സഹോദരങ്ങളെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ മുഴുവനും അടയാളപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകാവസാനത്തെ കുറിച്ച് പറഞ്ഞ ഒരു അടയാളം. എന്താ പറഞ്ഞത്? അവസാന കാലഘട്ടമാകുമ്പോ 1 വർഷം 1 മാസമായി
ഒരു മാസം ഒരാഴ്ചയായി, ഒരാഴ്ച നിങ്ങൾക്കൊരു ദിവസമായി, ഒരു ദിവസം ഒരു മണിക്കൂറായി, ഒരു മണിക്കൂർ ഒരു മിനിറ്റായി, ഒരു മിനിറ്റ് ഒരു സെക്കൻഡായി മാറുന്ന കാലഘട്ടം വരും. ലോകാവസാനത്തിന്റെ അടയാളമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് ലോകത്തിയില്ലേ. ഒരു വർഷം നമ്മളൊക്കെ പറയും എന്ത് പെട്ടെന്നാണ് അദ്ദേഹം മരിച്ചിട്ട് ആണ്ടായോ. ആരെങ്കിലും മക്കളുടെ അവർ വാപ്പയുടെ ആണ്ടിന്റെ കാര്യം നമ്മളൊക്കെ പറയാൻ വരുമ്പോ നമ്മൾ തന്നെ അത്ഭുതപ്പെടും. ആണ്ടായോ, ഒരു വർഷമായോ? സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ മാസം നടന്നതുപോലെ ഓർക്കാണ്. ഇങ്ങനെയാണ് പറയുന്നത്. ഒരു ജുമാ കഴിഞ്ഞ് അടുത്ത ജുമാ വെള്ളിയാഴ്ച ദിവസം, നാളെ ഇതാ ജുമായാണ്. ഒരു ജുമാ കഴിഞ്ഞ് ഒരു വെള്ളിയാഴ്ച എത്ര പെട്ടെന്നാണ് പോകുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ നസീം ആലങ്കോട് വെച്ച് കണ്ടതുകൊണ്ട്, അതെവിടെ എടപ്പാട് സ്വദേശിയാണ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കഴിഞ്ഞ ജുമായ്ക്ക് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരാഴ്ചയായി, നാളെ ഒരു വെള്ളിയാഴ്ചയാണ്. എന്ത് പെട്ടെന്നാണ് ഒരാഴ്ച കഴിയുന്നത്. ഒരു ജുമാ കഴിഞ്ഞ് മറ്റൊരു ജുമാ. ഞാനാണെങ്കിൽ ജുമാ മാത്രമേ പള്ളിയിൽ പോകുന്നുള്ളൂ. എന്നിട്ട് തന്നെ ഒരു ജുമാ കഴിഞ്ഞ് അടുത്ത ജുമയാകുമ്പോൾ ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട് എന്ത് പെട്ടെന്നാണ് പോയത്. ഒരു ജുമാ കഴിഞ്ഞിട്ട് അടുത്ത വെള്ളിയാഴ്ച പെട്ടെന്നാണ് വരുന്നത്. നമ്മൾ തന്നെ ചിന്തിക്കാറില്ലേ? നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാകും. മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായി, അല്ലെങ്കിൽ വാപ്പ മരണപ്പെട്ടിട്ട് ഇതാ ഇത്ര ദിവസമായി, 40 ദിവസം കഴിഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ആശ്ചര്യം, എന്ത് പെട്ടെന്നാണ് ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത്. നേരം വെളുക്കുന്നു, രാത്രിയാകുന്നു, രാത്രിയാകുന്നു, പ്രഭാതത്തിലാകുന്നു. മണിക്കൂറുകൾ ഇങ്ങനെ പെട്ടെന്ന് സെക്കൻഡുകളെ പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ശാസ്ത്രം കണ്ടുപിടിച്ചു, സൂര്യൻ അതിന്റെ കറക്കം, ഭൂമി വല്ലാതെ ചുറ്റൽ വർദ്ധിച്ചിരിക്കുന്നു. ഭൂമി കറക്കം വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. അതിന്റെ ചലനം, ഭൂമി സൂര്യന് ചുറ്റുമുള്ളതാകുന്ന കറക്കം വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നു. ശാസ്ത്രം കഴിഞ്ഞ ദിവസം പരസ്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞു, 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവസാന കാലഘട്ടം ഇത് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പലരും ഖുർആനിനെയും പ്രവാചകര അധ്യാപനങ്ങളെയും കളവാക്കി ഇന്നിതാ ശാസ്ത്രം അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് വരിക. ഞാനതാ പറഞ്ഞത്, ഇത്രയേറെ അടയാളങ്ങൾ കൃത്യമായി എണ്ണിപ്പറഞ്ഞതാ പ്രവാചകരെ എന്തുകൊണ്ട് ഈ ഉമ്മത്ത് മുറുകെ പിടിക്കുന്നില്ല? നബി തങ്ങൾ പറഞ്ഞ എല്ലാ അടയാളങ്ങളും വന്നു. വ്യഭിചാരം അധികരിക്കും, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങൾ അധികരിക്കും. അമ്മ തൊട്ടിലുകൾ അധികരിച്ചില്ലേ? പാപ്പയേത് ഉമ്മയേതെന്നറിയാത്ത കുട്ടികൾ ദൈനംദിന ജീവിതത്തിൽ ഓരോ തെരുവോരങ്ങളിൽ പ്രസവിക്കപ്പെടുക, ആരോരും നോക്കാനില്ലാത്ത കുട്ടികൾ കടന്നു വരാൻ. ഇതൊക്കെ പരിശുദ്ധ പ്രവാചകന്റെ തിരുവചനങ്ങളെ കൃത്യമായി അനർത്ഥമാക്കാൻ, അടയാളപ്പെടുത്താൻ. എന്നിട്ടും ഈ ഉമ്മത്തിൽ പല ആളുകൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഓർക്കണം, അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ പരിപൂർണമായ കാവൽ നസീബാക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ നീ സാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്, ആബിദീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണിന് മറ്റുള്ളതാകുന്ന കാമുകന്മാരോട് വല്ലാത്ത പ്രണയമാണ്, ശാരീരികമാകുന്ന അഭിനിവേശമാണ് അവൾക്കുള്ളത്. സ്വന്തം ഭർത്താവ് നാട് വിട്ടുകൊണ്ട് അവളെ ഒഴിവാക്കിക്കൊണ്ട് പോയപ്പോ നാട്ടിൽ 7 ചെറുപ്പക്കാർ അവളുടെ വീട്ടിൽ വന്നുകൊണ്ട് രാത്രി പല സമയങ്ങളിലായി കയറിയിറങ്ങി. അവളുടേതാകുന്ന ഒരു കുട്ടിയുണ്ട് വീട്ടിൽ. ആ കുട്ടി ഇത് കണ്ടു. ഈ കുട്ടി മറ്റുള്ളവരോട് പറയുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ 7 പേരും ചേർന്നുകൊണ്ട് ആ കുട്ടിയെ കൊന്നുകളയാൻ തീരുമാനിക്കുകയാണ്. പെണ്ണിന്റെ ഒത്താശയോടുകൂടി തന്നെ ഈ 7 കാമുകന്മാർ കൂടി ആ പെണ്ണിനെ, ആ കുട്ടിയെ കൊന്നുകളഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലാണ്. എവിടെയാ നടന്നത്? ഇന്നിപ്പോ നിമിഷാപ്രിയ എന്ന് പറയുന്നതാകുന്ന കുട്ടിയുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന യമൻ എന്ന് പറയുന്ന പ്രദേശത്തിലെ സൻആ എന്ന് പറയുന്നതാകുന്ന പ്രവിശ്യയിൽ നടന്ന സംഭവമാണ്. ഒരു പെണ്ണ്, ആ പെണ്ണ് 7 പേരുമായിട്ട് അവിഹിത ബന്ധം. ഭർത്താവില്ല, ഭർത്താവ് നാടുവിട്ട് അവളെ വിട്ട് ഉപേക്ഷിച്ച് പോയിരിക്കുക. അപ്പൊ അവരുടെ കാമപൂർത്തീകരണത്തിന് 7 പേരുമായിട്ട് രാത്രി അവളെ ശയ്യാവലംബിക്കുകയാണ്. അങ്ങനെ എല്ലാ ദിവസവും ഇവരുമായിട്ടുള്ള കണക്ഷൻ അത് മുന്നോട്ട് പോകവേ സ്വന്തം കുട്ടി എറിഞ്ഞു. ഭർത്താവിലുണ്ടായിരുന്ന കുട്ടി എറിഞ്ഞു. ആ കുട്ടിയെ എങ്ങനെയെങ്കിലും കൊലപ്പെടുത്തണമെന്ന് കരുതിയിട്ട് 7 പേര് കൂടി തീരുമാനിച്ചു. കുട്ടിയെ കഴുത്തറത്ത് കൊന്നു, കൈകാലുകൾ വെട്ടി നുറുക്കി പല കഷ്ണങ്ങളാക്കി സഞ്ചിയിലാക്കി ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു.
അവസാനം ഒരു പച്ച നിറത്തിലുള്ള ഒരു സൈസ് ഈച്ച വന്നുകൊണ്ട് ആ പൊട്ടക്കിണറ്റിന്റെ വല്ലാതെ വ്യാപിക്കുകയും പരിസരമാകെ വലിയതാകുന്ന മണം ദുർഗന്ധം വമിക്കുകയും ചെയ്തപ്പോൾ ആളുകൾ വന്നുകൊണ്ട് ആരോ ഒരാൾ പൊട്ടക്കിണറ്റിൽ ഇറങ്ങി ആ സഞ്ചി പൊക്കി മുകളിൽ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഈ കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയെ വെട്ടി നുറുക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് അതിനെ സഞ്ചിയിലാക്കിയിട്ട് താഴെ ഇറക്കിയിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഖലീഫയാണെന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. യമനിൽ നടന്ന ഈ സംഭവത്തിന്റെ കേസ് അദ്ദേഹത്തിന്റെ മുന്നിലെത്തി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിസ്തരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ആരൊക്കെ അതിൽ പങ്കാളികളായിട്ടുണ്ടോ, സ്വനആ എന്ന് പറയുന്ന യമനിലുള്ളതാകുന്ന ജനങ്ങൾ മുഴുവനും അതിൽ ഭാഗവാക്കായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലഖതൽതുഹും ജമീഅ, അവരെ മുഴുവൻ ആളുകളെയും ഞാൻ ഈ വിഷയത്തിൽ തൂക്കിലേറ്റും, അവരെ മുഴുവനും ഞാൻ കഴുത്ത് വെട്ടി കൊലപ്പെടുത്തുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരൊക്കെ ആ കുട്ടിയുടെ വിഷയത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അവരൊക്കെ ഞാൻ തീർക്കും, ഉറപ്പാണ്. അങ്ങനെ കേസിന്റെ വിചാരണ വന്നു. ഒരാളാണെന്ന് ആദ്യം മനസ്സിലാക്കി, പിന്നീട് വിചാരണ ചെയ്ത് അവസാനം എത്തിപ്പെട്ടു 7 പേരുണ്ട് ഈ പെണ്ണിന് അഭിഹിത ബന്ധമായിട്ടുള്ളത്. ഒന്നല്ല 7 ചെറുപ്പക്കാരാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പല സിമ്മും മാറ്റി മാറ്റി വെച്ച് കണക്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം ഇവരെല്ലാവരെയും ഹാദറാക്കി എല്ലാവരെയും വെട്ടിക്കൊലപ്പെടുത്താണ്. സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലാണ്. മാപ്പില്ല, മാപ്പ് കൊടുത്തില്ല, ആരും മാപ്പ് കൊടുക്കാനില്ല.